തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജു MLA അപ്പീൽ തള്ളണമെന്ന് സംസ്ഥാനം സുപ്രീം കോടതിയിൽ. കേസിൽ ആന്റണി രാജുവിനെതിരെ തെളിവുണ്ട്. ഗൗരവതരമായ വിഷയങ്ങൾ ഉയർത്തുന്ന കേസാണിതെന്നും പോലീസ് കേസ് റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നും കേരളം സുപ്രീം കോടതിയിൽ. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, ഈ തൊണ്ടിമുതൽ കേസിൽ ഇന്നെന്താണ് കോടതിയിൽ സംഭവിച്ചത്? സൈഫുദ്ദീൻ തനിക്കെതിരായ കേസുകൾ പുനരന്വേഷണം നടത്തണമെന്ന ഹൈക്കോടതി ഉത്തരവിനെയാണ് ആന്റണി രാജു MLA ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. അപ്പോൾ ഈ കേസിൽ കക്ഷിയായിരിക്കുന്ന സംസ്ഥാന സർക്കാർ ഇപ്പോൾ കോടതിയിൽ ആന്റണി രാജുവിനെതിരെയാണ് ഇപ്പോൾ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ കേസ് ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആന്റണി രാജുവിനെതിരെ ഏറ്റവും കൃത്യമായിട്ടുള്ള തെളിവുകൾ ഈ കേസിലുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം മരവിപ്പിക്കാനുള്ള ഹർജി റദ്ദ് ചെയ്യണമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. 33 വർഷം മുമ്പുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള തെളിവുകൾ ആന്റണി രാജുവിനെതിരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിലുള്ള അന്വേഷണം മരവിപ്പിക്കണമെന്നുള്ള ആന്റണി രാജുവിൻ്റെ ഹർജി അത് അംഗീകരിക്കരുതെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ കേസിൽ പുനരന്വേഷണം നടത്താനുള്ള ഹൈക്കോടതി ഉത്തരവിനെയാണ് ആന്റണി രാജു സുപ്രീം കോടതിയിൽ ഇന്ന് ചോദ്യം ചെയ്തത്. തുടർന്ന് ഈ കേസ് കഴിഞ്ഞ തവണ പരിഗണിച്ചപ്പോൾ ആന്റണി രാജുവിന് അനുകൂലമായി സുപ്രീം കോടതി അന്വേഷണം റദ്ദാക്കിയിരുന്നു. ഹർജികളിൽ വിശദമായ പരിശോധന ആവശ്യമാണെന്ന നിരീക്ഷണത്തോടെയാണ് സുപ്രീം കോടതി ഇടക്കാല സ്റ്റേ ഉത്തരവ് ഇറക്കിയത്. കേസിലെ എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നും അല്ലെങ്കിൽ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടുണ്ടെന്നും ജസ്റ്റിസ് CT രവികുമാർ വ്യക്തമാക്കിയിരുന്നു. 33 വർഷം മുമ്പുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ മാനസികമായിട്ടുള്ള വലിയ പീഡനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കേസ് റദ്ദാക്കണമെന്നാണ് ആന്റണി രാജു MLA ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. അതാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ ചോദ്യം ചെയ്തിരിക്കുന്നത്.